Hello. Welcome to Market Discussion of the Day. Today, 27th of November 2025, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് രണ്ട് ബാച്ചിലായിട്ടാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ ഈ ഒരു സമയം 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആണ്. സോ ഈ ഒരു ടൈമിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് എൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ ഇന്നലെ ഒരുപാട് ന്യൂസുകൾ ഉണ്ടായിരുന്നു നമുക്ക്. സോ വലിയൊരു ചേഞ്ചസ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടില്ല. ഒരു റേഞ്ചിനകത്ത് തന്നെയായിരുന്നു മാർക്കറ്റ്. പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടറൊക്കെ ഒരു റേഞ്ചിൻ്റെ അകത്തോട്ട് മാറി എന്നുള്ളൊരു കാര്യം വളരെ നല്ലൊരു കാര്യമാണ്. സോ എപ്പോഴാണ് പൊട്ടി പോകുന്നതെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ഒരു എന്താ പറയുക, ഒരു റേഞ്ചിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് കളിക്കുകയായിരുന്നു ഗോൾഡ്. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്കൊരു ശാന്തമായ രീതിയിൽ ട്രേഡ് എടുത്ത് പോകാമായിരുന്നു എന്നുള്ളതാണ് ഇന്നലത്തെയും മെനഞ്ഞാന്നത്തെയൊക്കെ ഉള്ളൊരു പ്രത്യേകത. ഓക്കെ, സോ എപ്പോഴാണ് ഇതിന് വട്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. സോ എന്തായാലും ഇന്നലത്തെ ന്യൂസുകളെ പറ്റി നോക്കാൻ നേരത്ത് ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടത് ഓട്ടം ഫോർകാസ്റ്റ് ഫ്രം UK ന്യൂസാണ്. സോ ബേസിക്കലി ബഡ്ജറ്റ് UK എന്നുള്ള ബഡ്ജറ്റ് വന്നപ്പോൾ 26 ബില്യൺ ഇൻ ന്യൂ ടാക്സ് റൈസ് ആണ് ഈ കമ്മിങ് ഇയേഴ്സിൽ വരാൻ പോകുന്നത്. സോ ബഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് അബൌട്ട് 26 ബില്യൺ പൗണ്ട്സ് ഇൻ ന്യൂ ടാക്സ് റൈസ് ഓവർ ദ കമ്മിങ് ഇയേഴ്സ്. ഓക്കെ, സോ അതിൻ്റെ മീനിങ് വളരെ സിമ്പിളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗവൺമെൻറ് വിൽ കളക്ട് ആൻ എക്സ്ട്രാ 26 ബില്യൺ ഫ്രം ദ പബ്ലിക് ത്രൂ ഹയർ ടാക്സ്. ഹയർ ടാക്സിലൂടെ 26 ബില്യൺ പൗണ്ട്സ് ഗവൺമെൻറ് കളക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. അതെങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? ആൾക്കാരുടെ പേ റൈസ് കൊടുത്തു. അതിനകത്ത് പേ റൈസ് കൊടുത്തപ്പോൾ ഓരോ സ്ലാബിലുള്ള ആൾക്കാരും ഓരോ ടാക്സ് ആണ് കൊടുക്കേണ്ടത് അല്ലേ? സോ അതിൽ മെയിനായിട്ടും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഹയർ ടാക്സ് സ്ലാബിലുള്ള ആൾക്കാർ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ്. സോ അങ്ങനെ ഇവിടുത്തെ ടാക്സ് റേറ്റ് കൂട്ടുക എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ ബഡ്ജറ്റിനകത്ത് മെയിനായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കറണ്ട് പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമറിൻ്റെ ഒരു ഭൂരിപക്ഷം പോകുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ളൊരു പോളിൽ വന്നിട്ട് 13% ഓഫ് ദ ബ്രിറ്റ്സ് ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ഹൗ സ്റ്റാമർ ഈസ് ഡൂയിങ് ആസ് എ പ്രസിഡൻറ്റ്. വെറും 13% ബ്രിട്ടീഷ് ആൾക്കാരാണ് നമ്മളുടെ UK പ്രൈം മിനിസ്റ്ററിൻ്റെ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. വെറും 13%. ബാക്കിയുള്ള ആൾക്കാർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ അത് വളരെ ചെറിയൊരു കണക്കാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണക്കാണ്. സോ ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്തായി തീരും, അല്ലെങ്കിൽ പുതിയ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി അത് UK നിന്നുള്ളൊരു ഫണ്ടമെൻ്റലാണ് എന്നും പറഞ്ഞ് നമ്മൾ സെൽ സൈഡിലോട്ട് പോകണം എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. ഉറപ്പായിട്ടും ബൈ സൈഡ് തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മുടെ GBPയിൽ ട്രേഡ് എടുത്ത് പോകാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു ഇന്നലെ വന്നിട്ടുള്ളൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും GBPനെ മാത്രം അഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ഓക്കെ, പിന്നീട് നമുക്ക് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഉണ്ടായിരുന്നു, ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ടായിരുന്നു. ഈ സമയത്തൊന്നും വലിയൊരു മാറ്റമൊന്നും മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഡേറ്റ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, വലിയ ചേഞ്ചസ് ഒന്നും ഡേറ്റയിൽ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? സോ ബേസിക്കലി ഇന്നത്തെ ദിവസം നമ്മളുടെ താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. സോ ഇന്ന് താങ്ക്സ് ഗിവിംഗ് ഡേ പ്രമാണിച്ചാണോ എന്തായാലും രാവിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ന്യൂസ് US നിന്ന് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 US നാഷണൽ ഗാർഡ്സിനെ വെടിവെച്ചു. എവിടെ വെച്ച്? വൈറ്റ് ഹൗസ് കോംപ്ലക്സിൻ്റെ അടുത്ത് വെച്ചിട്ട്. ഓക്കെ, സോ ഇൻ വാഷിങ്ടൺ DC. സോ അത് ബേസിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവരെ രണ്ടുപേരെയും വെടിവെച്ചത് ഒരു 29 വയസ്സുള്ള ഒരു അഫ്ഗാനി പൗരനാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. സോ അതിൽ ഈ പറയുന്ന അഫ്ഗാനി പൗരനെയും വെടിവെച്ചു. പക്ഷേ ഈ എന്താ പറയുക, അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 നാഷണൽ ഗാർഡ്സിനും വളരെ സീരിയസ് ആണ് എന്നുള്ളൊരു ന്യൂസാണ് US നിന്ന് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ താങ്ക്സ് ഗിവിംഗ് ഡേ US നിന്ന് മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ട്
ആയതുകൊണ്ടിട്ട് തന്നെ വലിയ ആഘോഷങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതുമാത്രമല്ല, ഈ താങ്ക്സ് ഗിവിംഗ് ഡേയിൽ റഷ്യ ഉക്രൈൻ വാറിനൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് എന്താണ്, അത് കൂടുതലും അങ്ങനത്തുള്ള ഒരു വാർത്തയിലോട്ട് പോകത്തില്ല, വെളിയിലുള്ള ഇൻ്റർനാഷണൽ വാർത്തയിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി കുറവാണ്. കാരണം യു എസിനകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടിട്ട്. ഓക്കെ, സോ അത് ഈ യു എസ് സെഷൻ ഓപ്പൺ ആവുന്ന സമയത്ത് ഉറപ്പായിട്ടും മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. ഈ താങ്ക്സ് ഗിവിംഗ് ഡേയിൽ ഉറപ്പായിട്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവും. പുള്ളിക്കാരൻ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടിട്ട് തന്നെ വൈകുന്നേരം ഇന്ത്യൻ ടൈം ഒരു 5 മണിക്ക് മുന്നേ ആയിട്ടൊക്കെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു കാര്യമായിരിക്കും, പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടറിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ ഇത് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നമ്മൾ നോക്കിക്കാണേണ്ട ന്യൂസ് കൂടെയാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല. കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്റ്റേഷൻ യൂറോ സോണിൽ നിന്ന് വരുന്ന ആ ഒരു ന്യൂസ് ഉണ്ടാവും. അത് യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. ഇന്ന് രാത്രി 11:50 ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് രാത്രിക്കുള്ളിൽ JPYയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പൊസിഷൻസ് ക്ലോസ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. കാരണം 11:50 റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട് ജപ്പാനിൽ നിന്ന്. ഓക്കെ, സോ അത് ഡയറക്റ്റ്ലി USD JPY അല്ലെങ്കിൽ ജാപ്പനീസ് പെയർ കൈകാര്യം ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. രാത്രി ഇന്ത്യൻ ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു രാവിലെ ഈ ജപ്പാൻ മാർക്കറ്റൊക്കെ ഓപ്പൺ ആവുന്ന സമയത്തായിരിക്കും, 5 മണി ആ റേഞ്ചിലായിരിക്കും. ഓക്കെ, ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. അപ്പോൾ അത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പോവുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് ന്യൂസൊന്നുമില്ല. പക്ഷേ താങ്ക്സ് ഗിവിംഗ് ഡേ ആയതുകൊണ്ടിട്ട് തന്നെ ഒരു എന്താ പറയുക, US മാർക്കറ്റ് അവധി ആയതുകൊണ്ടിട്ട് തന്നെ എന്താ പറയുക, ഒരു ചെറിയൊരു മാർക്കറ്റ് മൂവ്മെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഈ ഒരു സാഹചര്യത്തിൽ ചെറിയ മാർക്കറ്റ് മൂവ്മെൻ്റ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് തന്നെ ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ടിട്ട് വലിയ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടിയും വരും നമ്മൾ. ഓക്കെ, സോ US മാർക്കറ്റ് അവധി ആവുന്ന സമയത്ത് പണ്ടൊക്കെ, അതായത് കുറച്ച് കാലം മുന്നേയൊക്കെ വളരെ ലോ മാർക്കറ്റ് മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെയല്ല കണ്ടുവരുന്നത്. അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. സോ അതുകൊണ്ടിട്ട് ഇപ്പോൾ ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ടിട്ട് മാർക്കറ്റിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കാം. ട്രേഡ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ട്രേഡ് ചെയ്യാം. പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടറിൽ ഉറപ്പായിട്ടും കറൻസി പേസ്, ഫോറക്സ് പേസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ കിട്ടും. അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. ഓക്കെ, സോ ആ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ ട്രേഡർ അല്ല, നിങ്ങളിപ്പോൾ ഏതൊരു ബ്രോക്കർ യൂസ് ചെയ്താലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ആ കമ്പനിയുടെ റെഗുലേഷൻ തന്നെയാണ്. ഓക്കെ, സോ റെഗുലേഷൻ പ്രോപ്പർ അല്ലാതെ ഒരു കാരണവശാലും, റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ പറയുക, ഇന്ത്യൻ കസ്റ്റമേഴ്സിന്, നമ്മൾ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ് അല്ലേ, സെബിയുടെ റെഗുലേഷൻസ് ആണ് അവിടെ നമ്മൾ ബാധകമാവുന്നത്. പക്ഷേ ഇത് ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ടിട്ട് തന്നെ, ഇന്ത്യയിൽ ഇതിന് പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻസ് ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏതൊക്കെയാണ് നല്ല റെഗുലേഷൻസ് ഉള്ള രാജ്യങ്ങളിലെ റെഗുലേഷൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഗുലേഷനാണ് UAE ബേസ് ചെയ്തിട്ടുള്ള FCAയുടെ റെഗുലേഷൻ, സ്കായുടെ റെഗുലേഷൻ. ഓക്കെ, സോ അതേപോലെ തന്നെ UK ബേസ് ചെയ്തിട്ടുള്ള FCAയുടെ റെഗുലേഷൻ, ASIC ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഗുലേഷനാണ്. സോ ഇത് ഈ 3 റെഗുലേഷൻസും ഉള്ളൊരു ബ്രോക്കറാണ് സ്റ്റാർ ട്രേഡർ. അതേപോലെ തന്നെ അക്കൗണ്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ECN അക്കൗണ്ട്സും അതേപോലെ STP അക്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിഡ്രോവൽസും അതേപോലെ നമ്മുടെ ഡെപ്പോസിറ്റും ഒക്കെ വളരെ ഫാസ്റ്റായിരിക്കും. വിത്തിൻ 1 ഡേക്കുള്ളിൽ മോസ്റ്റ് ഓഫ് ദ കേസിലും അന്നത്തെ ദിവസം തന്നെ നമുക്ക് വിഡ്രോവൽസ് ചെയ്താൽ കിട്ടാറുണ്ട്. സോ ചില പർട്ടിക്കുലർ കേസസിലൊക്കെ ഒരു ദിവസം നീണ്ടു പോകാറുമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയാനായിട്ടുള്ളത്. സോ അത് മാത്രമല്ല, ക്രിപ്റ്റോ ത്രൂവും നമുക്ക് വിഡ്രോവൽസും ഡെപ്പോസിറ്റും ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ MT4, MT5 അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോംസിലും നമുക്ക് ട്രേഡ് ചെയ്യാം. ഫോറക്സ്, കമ്മോഡിറ്റീസ്, ഇൻഡസീസ്, ഷെയർസ്, ETFs ഇതിലെല്ലാം നമുക്ക് ട്രേഡ് ചെയ്ത് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹോൾഡിംഗ് ചാർജ് ഉണ്ടാവില്ല, 14 ദിവസത്തേക്ക് ഹോൾഡിംഗ് ചാർജ് ഉണ്ടാവില്ല. അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ എടുത്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇവരുടെ ഏറ്റവും ക്യാച്ചി ആയിട്ടുള്ള കാര്യം ഇവരുടെ ഡെപ്പോസിറ്റ് ബോണസ് തന്നെയാണ്. സോ ഡെപ്പോസിറ്റ് ബോണസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ഇപ്പോൾ UK ക്ലയൻസിന് അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലയൻസിനാണെങ്കിൽ ആദ്യത്തെ $1000 100% ബോണസാണ് ഇവർ കൊടുക്കുന്നത്. സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കൊടുക്കും. സോ ഫോർ എക്സാമ്പിൾ, സോ ഒരാൾ $1000 ഈ ട്രേഡിനകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് $2000 ട്രേഡ് ചെയ്യാൻ പറ്റും. സോ $2000 ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ $1000 1000 ബാക്കിയുള്ള 1000 200 20% 200 $3200 ട്രേഡ് ചെയ്ത് പോകാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, 2000 ഇടുന്ന ആൾക്കാർക്ക് $1200 ബോണസായിട്ട് കിട്ടുന്നത്. അത് വലിയൊരു ബോണസാണ്. അത് വെച്ചിട്ടൊരു ഇനിഷ്യലി നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന്, അതായത് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ നമുക്ക് ഈ പറയുന്ന 20% ബോണസ് കിട്ടും എന്നുള്ളത് ഭയങ്കര വലിയൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇന്ത്യൻ ക്ലയൻസ് ആണെങ്കിൽ ഇങ്ങനെയല്ല ബോണസ് വരുന്നത്. ഇന്ത്യൻ ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് $500 50% ബോണസും ബാക്കിയുള്ള എത്രയാണോ ഇടുന്നത് അതിൻ്റെ 20% ബോണസുമാണ് കമ്പനി കൊടുക്കുന്നത്. ഫസ്റ്റ് $500 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $500 ഇടുന്ന ഒരാൾക്ക് $750 ആയിരിക്കും ബോണസ് കിട്ടുന്നത്. 1000 ഇടുന്ന ഒരാൾക്ക് $1350 ബോണസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ബേസിക്കലി ഇതിനകത്ത് ഉള്ള ഒരേ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഡിസംബർ 31, 2025 വരെ ഉള്ളൂ ഈ ഒരു ബോണസിൻ്റെ കാലാവധി. അതിനുള്ളിൽ തന്നെ ചെയ്യണം. ഉറപ്പായിട്ടും 20% ബോണസൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. പക്ഷേ ഈ 50% 100% ബോണസൊക്കെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയില്ല. സോ അതിന് മുന്നേ ആയിട്ട് എത്ര റിയൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPY വരാം. JPY നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത അതേ ട്രേഡല്ലേ, 156 എടുത്ത ട്രേഡ് ഇന്നലെ 156.75 വരെ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ പറഞ്ഞ ടേക്ക് പ്രോഫിറ്റ് 157 ഒരു ടേക്ക് പ്രോഫിറ്റും 157.3 അടുത്താണ് നമ്മൾ അടുത്ത ടേക്ക് പ്രോഫിറ്റും വന്നിട്ടുള്ളത്. സോ ടേക്ക് പ്രോഫിറ്റ് ഇതുവരെ ആയിട്ടില്ല. ഉറപ്പായിട്ടും നിങ്ങൾ പ്രോഫിറ്റിലാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സോ ഉറപ്പായിട്ടും നമുക്ക് അതേ ട്രേഡ് ഇന്ന് രാവിലെയും ആ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇന്ന് രാവിലെയും 156 അടുത്ത് മാർക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ബൈ പോയിന്റ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത് നമ്മളുടെ USD JPY കാര്യത്തിനകത്ത്. സോ 156 അടുത്ത് ബൈ ചെയ്യുന്ന ആൾക്കാർ 155.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, ടാർജറ്റ് ഫസ്റ്റ് ടാർജറ്റ് 157 സെക്കൻഡ് ടാർജറ്റ് 157.3 അടുത്തും എന്താ പറയുക ടാർജറ്റ് വെച്ച് എടുത്തു പോവുക എന്നുള്ളതാണ് എനിക്ക് USD JPY പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ 1.15873 നിൽക്കുന്നു. സോ നമ്മൾ മെനഞ്ഞാന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി, ഓക്കെ, സോ മെനഞ്ഞാന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി 1.1500 എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി എടുത്ത ആൾക്കാർക്ക് ഓൾമോസ്റ്റ് 100 പിപ്സിൻ്റെ മൂവ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് $1000 പ്രോഫിറ്റ് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ഇനി നമുക്ക് 1.1600 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ 1.16 മുകളിലായിട്ട് എടുക്കാൻ പാടുള്ളൂ. കാരണം സസ്റ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക. സോ നാളത്തെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഒന്നുകൂടെ താഴെ വീണ് കിട്ടിയാൽ 1.1500 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യുക. ഓക്കെ, ഇല്ലാത്ത പക്ഷം 1.1540 താഴെ കിട്ടിയാൽ നമുക്ക് ബൈ ചെയ്ത് പോകാം. ഓക്കെ, സോ 1.1540 ആവണമെങ്കിൽ ബൈ ചെയ്ത് പോകാം. അങ്ങനെ അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1480 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ട് വെക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 1.1500 അവിടെ കിട്ടുന്നത് തന്നെയാണ്. 1.1500 എന്ന് പറയുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് ആ ഒരു വരച്ച വരയിൽ വന്ന് നിൽക്കണം എന്നൊന്നും പ്രതീക്ഷിക്കരുത്. 1.1510 1.15150 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്ത് പോവാം. ഓക്കെ,
സോ ഇത് നിങ്ങൾ ബൈ ഓർഡർ ഇട്ട് വെച്ചാലും കുഴപ്പമില്ല, സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കണം, ടേക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ സ്റ്റോപ്പ് ലോസിനെക്കാട്ടിലും അറ്റ്ലീസ്റ്റ് കൂടുതലായിരിക്കണം നമ്മളുടെ ടേക്ക് പ്രോഫിറ്റ് എന്നുള്ളൊരു ബേസിക് കാര്യം നമ്മൾ ഓർത്തു പോവുക. ഓക്കെ, 1:1.5 റേഷ്യോയിൽ ഇട്ട് കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം കൂടെയാണ് എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ സോറി, ചെറുതായിട്ടൊരു തൊണ്ടയ്ക്കൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടിട്ടാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ GBP USDയിലോട്ട് വരുമ്പം GBP USD ഇന്നലെ നമ്മളുടെ റേഞ്ചുകളെല്ലാം വിട്ടു മുകളിലോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ 1.3100 എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഇന്നലെയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 1.3100 എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി. അത് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം 1.3264 ഓൾമോസ്റ്റ് 450 പിപ്പ് ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് $1,500 പ്രോഫിറ്റ് ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ നല്ലൊരു കാര്യമാണ്. മാർക്കറ്റ് കാണുന്നത് വെച്ചിട്ട് 1.3200 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ 1.3200 മുകളിലായിട്ടാണ് മാർക്കറ്റ് ഇന്ന് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിങ്സ് എല്ലാം നമുക്ക് 1.3200 അവിടെ തന്നെ ആയിരുന്നു. സോ അതുകൊണ്ടിട്ട് തന്നെ 1.3200 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ബൈ പോയിന്റിലോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നമ്മളുടെ GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അല്ലാത്ത പക്ഷം നമുക്ക് തൽക്കാലത്തേക്ക് വേറെ ട്രേഡൊന്നും എടുക്കണം. 1.3200 അവിടെ കിട്ടുന്നവർ 1.3140 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ടും പാലിച്ച് പോകണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ ലൈറ്റ് പോയി, ഞാൻ നനങ്ങിയിട്ട് വരാം. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി നമ്മൾ ലൈറ്റ് പോകുന്ന നേരത്ത് അനങ്ങിക്കഴിഞ്ഞാൽ ഇത് ലൈറ്റ് ഓൺ ആവും. സോ നമ്മൾ കുറേ നേരമായി മാർക്കറ്റ് ഡിസ്കഷൻ അല്ലേ. സോ ഞാൻ എന്തായാലും പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ 4159 നിൽക്കുന്നു. 4130 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വേണം എന്നുള്ള ആൾക്കാർക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. കാരണം ഇന്നലെയൊക്കെ 4140 ഒക്കെ ആയിരുന്നു ലോവസ്റ്റ് പോയിന്റ്, 36 ആയിരുന്നു ഇന്നലത്തെ ലോവസ്റ്റ് പോയിന്റ്. മെനഞ്ഞാന്ന് ഈ ആഴ്ചത്തെ ലോവസ്റ്റ് പോയിന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഈ ആഴ്ചത്തെ അല്ല, ഐ മീൻ മെനഞ്ഞാന്നത്തെയൊക്കെ ലോവസ്റ്റ് പോയിന്റ് 4108 അല്ലേ. സോ 4130 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ മിനിമം $25 to $30 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തു പോകാം. ഓക്കെ, സോ അല്ലാത്ത പക്ഷം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് എടുത്ത് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 4090 അല്ലെങ്കിൽ 4080 അടുത്തൊക്കെ മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രി വളരെ നല്ല സുഖമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇന്ന് താങ്ക്സ് ഗിവിംഗ് ഡേ ആണെന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. മാർക്കറ്റിൽ ലോ വോളിയം ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഉറപ്പൊന്നുമില്ല, പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യുന്നത് US മാർക്കറ്റ് അവധിയാണ്. സോ അതുകൊണ്ടിട്ട് തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്പീച്ചസ് ഉണ്ടാവും. സോ പുള്ളിക്കാരൻ എന്താണ് വിളിച്ച് പറയുന്നതെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ US സെഷൻ ആ ഒരു ടൈമിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. സ്റ്റോപ്പ് ലോസ് ഇട്ട് ടേക്ക് പ്രോഫിറ്റ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, 2 ഇട്ട് മാത്രം. ഓക്കെ, 2 ഇട്ടുണ്ട്. പല ആൾക്കാരും സ്റ്റോപ്പ് ലോസ് ഇടാറില്ല, സ്റ്റോപ്പ് ലോസ് ഇടുന്ന ആൾക്കാർ ടേക്ക് പ്രോഫിറ്റ് വെക്കാറുമില്ല. സോ ഇത് 2 വിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ്ങർ ടേമിൽ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.